നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. ഹൃദയത്തിൽ തൊട്ടത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് വികസനം എന്ന് നമുക്ക് നോക്കാം. വികസനം എന്ന വാക്ക് സാധാരണയായി പുരോഗതി, മെച്ചപ്പെടുത്തൽ, വളർച്ച എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. ഒരിടത്ത് ഒരാളിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അടിസ്ഥാനമായുള്ള ഉയർച്ചയും പുരോഗതിയും നടക്കുമ്പോൾ അതിനെ നാം വികസനമെന്ന് വിളിക്കുന്നു. പ്രകൃതിയിലെ ഒരു വിത്ത് മുളച്ചുയർന്ന് മരമാകുന്നത് പോലെ ജീവിതത്തിലും സമൂഹത്തിലും ഗുണാത്മകമായ മാറ്റങ്ങൾ വരുന്നതാണ് യഥാർത്ഥത്തിൽ വികസനം. വിവിധ തലങ്ങളിലെ വികസനങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരാളുടെ അറിവ്, കഴിവ്, ചിന്ത, ജീവിതശൈലി എന്നിവയിൽ ഉണ്ടാകുന്ന പുരോഗതിയാണ് വ്യക്തിവികസനം. സാമ്പത്തിക വികസനം എന്നത് തൊഴിലവസരങ്ങൾ, വരുമാനം, ഉൽപ്പാദനം, വ്യവസായം, വ്യാപാരം എന്നിവയിൽ നടക്കുന്ന ഉയർച്ചയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സംസ്കാരം, മനുഷ്യാവകാശം മുതലായ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് സാമൂഹിക വികസനം. എന്നാൽ സാങ്കേതിക വികസനം എന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുതുതായി വരികയും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ദേശീയ വികസനം എന്നതോ ഒരു രാജ്യത്തിൻ്റെ ആകെയുള്ള പുരോഗതിയാണ്. സാമ്പത്തികം, വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ, പാലങ്ങൾ തുടങ്ങി എല്ലാത്തിലുമുള്ള പുരോഗതി. അതുകൊണ്ട് വികസനം എന്നത് ഏത് കാര്യത്തിലും ഇന്നത്തേക്കാൾ നാളെ നല്ല ഒരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയാണ്. വ്യക്തി വികസനത്തിന് പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് പഠിക്കാം. വ്യക്തി വികസനം വഴി ഒരാളുടെ സ്വയം തിരിച്ചറിയാനും അയാൾക്ക് വളരുവാനും കഴിയുന്നു. ഇത് ജീവിത വിജയത്തിന് അടിസ്ഥാനമാണ്. സ്വയം തിരിച്ചറിയുക, നിങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും മനസ്സിലാക്കുക, ഇവ ചെയ്യണം. എന്തിലാണ് കഴിവുള്ളത്, എന്തിലാണ് കുറവുള്ളത് എന്ന് സ്വയം ചോദിക്കുക. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ജീവിതത്തിൽ ചെറിയ കാലയളവിനും വലിയ കാലയളവിനും ലക്ഷ്യങ്ങൾ വയ്ക്കുക. ദിവസവും വായനയ്ക്ക് സമയം കൊടുക്കുക. പുതുതായി ഒരു കഴിവെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. കഴിവുകൾ പരിശീലിക്കുക. സംസാരിക്കുന്ന രീതി മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സമയ നിയന്ത്രണം പാലിക്കുക. പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ആരോഗ്യം പരിപാലിക്കുകയും വ്യായാമം പതിവാക്കുകയും ചെയ്യണം. ശരിയായ ഭക്ഷണവും മതിയായ ഉറക്കവും ഉറപ്പാക്കണം. പ്രശ്നങ്ങളിൽ കുടുങ്ങാതെ പരിഹാരത്തിലേക്ക് ശ്രദ്ധിക്കുക. പരാജയങ്ങളിൽ നിന്ന് പാഠമെടുക്കുക. അങ്ങനെ ആത്മവിശ്വാസം വളർത്തുക. അതുകൊണ്ട് വ്യക്തിവികസനം തുടർച്ചയായ പഠനവും നല്ല ശീലങ്ങളും പോസിറ്റീവ് മനോഭാവവും വഴി നമുക്ക് നേടിയെടുക്കാം. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.